ഹലോ, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ്, കണ്ടില്ല, എല്ലായിടത്തും മഴയാണല്ലേ. ഇപ്പം നമ്മൾ മഴ കാത്തിരുന്നിപ്പോൾ ഇനി വെള്ളപ്പൊക്കമൊക്കെ ആവുമോ എന്നുള്ള ടെൻഷനിലാണ് എല്ലായിടത്തും. ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇന്ന് കുറച്ച് മട്ടൻ കിട്ടിയിരിപ്പുണ്ട്. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു 1 കിലോ മട്ടനാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയ കറി ഉണ്ടാക്കിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങി. മട്ടൻ 1 കിലോ കഴുകി വൃത്തിയാക്കി. അതിലിപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് കുറച്ച് ഗരം മസാല ഇടാൻ പോകണം. ഞാനങ്ങനെ ഇങ്ങനെ ഒരു മനക്കണക്കാണ് എനിക്കല്ലാതെ, അതുകൊണ്ട് കറക്റ്റ്. എന്നാലും ഞാൻ ഏകദേശം ഒരു കണക്ക് വെച്ച് പറയാണ്. ഗരം മസാല ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടാവും. കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പാശ്ചിനിട്ടെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇടുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. അത് ഒരു ടേബിൾ സ്പൂണൊക്കെ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാം കൂടി നമ്മളങ്ങനെ മിക്സ് ചെയ്തു. വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. ഞങ്ങൾ അധികം ചാറില്ലാതെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചു. അപ്പോൾ വേറൊരു ഫ്രൈ പാനിൽ നമ്മൾ സവാളൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ വെച്ചു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തത്. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി നമ്മൾ പേസ്റ്റാക്കിയൊന്നുമില്ല, ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും. വലിയ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തു. അവിടെ സൈഡിൽ തിളക്കുന്നുണ്ട്. എന്താ പറയുക, ബീഫിൻ്റെ വിസിൽ വരുന്നതിൻ്റെ ആവിയാണ് കാണുന്നത്. അപ്പോൾ ആദ്യം 2 വിസിൽ അടിച്ചു നോക്കി കേട്ടോ ബീഫിന്. പിന്നെ വെന്തിട്ടില്ലെങ്കിൽ കൂടുതൽ അടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് വഴറ്റി വരുന്നുണ്ട്. ഈ സമയത്ത് തീ കുറച്ചാണ് ഇട്ടേക്കണത്. അങ്ങനെ സവാളയും ഇഞ്ചിയും ഒക്കെ നന്നായി ഒന്ന് വഴഞ്ഞു വരുമ്പോഴാണ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കറിവേപ്പില ഇട്ടെടുത്തിട്ടുണ്ടായില്ല. കുറച്ച് കറിവേപ്പില ഇട്ടെടുത്തു. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോഴേക്കിനും മറ്റടുത്ത് 2 വിസിൽ വന്നിട്ടുണ്ടായി. തുറന്ന് നോക്കിയപ്പോൾ വേവ് പോരാഞ്ഞുകൊണ്ട് ഒന്നും കൂടി 2 വിസിലും കൂടി വെച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ മഴ കൂടിയപ്പോൾ നല്ല മഴയായി അങ്ങനെ. അപ്പോൾ ഇനി ആ വെളുത്തുള്ളി സവാള ഇഞ്ചി വഴറ്റിയതിലേക്ക് ഇത് ഇത്രയും കുഞ്ഞുള്ളിയാണ്, ചെറിയ ഉള്ളിയാണ് മെയിനായിട്ട് എടുത്ത് ചേർക്കണം. ഒരു 10-25 ചെറുള്ളിയൊക്കെ ഉണ്ടാകും. സവാള ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ഒരു സവാളയും കൂടി എടുത്തിട്ട് നന്നായി അത് വഴറ്റാം. അത് നന്നായി വഴറ്റി വരുമ്പോഴേക്കിനും അപ്പോഴേക്കിനും നമ്മൾ ബീഫിൻ്റെ വിസിൽ ഒക്കെ വന്ന് ബീഫ് ഓഫാക്കി വെച്ചിട്ടുണ്ട്. സവാള ഒരു ഇത് മാറുന്നത് വരെ നന്നായി വഴറ്റുക. കുറച്ചൊന്നൊരു ബ്രൗൺ കളർ ആവണ വരെ. കളറൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ സവാള. ഇനി ആഡ് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടി ഒരു മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും കൂടിയും, പിന്നെ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത സാധനങ്ങളൊക്കെ തന്നെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പച്ചമുളക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ പകരം മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ച് അധികം എരിവൊന്നുമില്ല, കുറച്ച് എരിവിന് വേണ്ടി കുറച്ച് മുളക് പൊടിയുടെ ഒരു 1/2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തെടുത്തു. ഇനി ഇത് നന്നായി വഴറ്റാം. ഇത് നന്നായി വഴണ്ടി വരുമ്പോഴേക്കിനും നന്നായി തന്നെ വഴണ്ട് വരുമ്പോഴേക്കിനും നമ്മളിനി ആഡ് ചെയ്ത് തക്കാളി ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അധികമൊന്നുമില്ല, ഒരു തക്കാളി. പിന്നെ നേരത്തെ നമ്മൾ ഏലക്കായ ഗ്രാമ്പൂ അതും ആഡ് ചെയ്തിട്ടുണ്ടായില്ല, അത് ഇട്ടു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ തക്കാളിയും ഒക്കെ കൂടി വീണ്ടും ഒന്നും കൂടി വഴറ്റാം. തക്കാളിയും ഇതും കൂടി വഴന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, തക്കാളി
പെപ്പർ പൗഡറും ഗരം മസാലയും കുറച്ചും കൂടി പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കും. പിന്നെ ഗരം മസാല നേരത്തെ വെച്ചിട്ടുണ്ടായി അതും കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്നും കൂടി നന്നായി അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായി വഴറ്റി കൊടുക്കുക. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ചിക്കനും ബീഫൊക്കെ ഉണ്ടാക്കണ പോലൊക്കെ തന്നെ. അങ്ങനെ പിന്നെ ഇതായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വേവിച്ച് വെച്ചതും നമ്മൾ വഴറ്റിയതും ഇറച്ചിയും കൂടി മിക്സ് ചെയ്തു. അങ്ങനെ നമ്മളെ ബീഫ് റെഡി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നത്, കാരണം ഞാൻ മട്ടൺ അധികം ഉണ്ടാക്കിയിട്ടില്ല മുമ്പൊന്നും. സൈഡിലും അവിടെ കപ്പലണ്ടി വറുക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് നമ്മൾ അവസാന മട്ടൻ കറി ഇരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.